മറ്റാരുണ്ട് LDF അല്ലാതെ? ഒരു സാധാരണക്കാരനല്ലേ. എനിക്കതിൽ ഒന്നും പറയാനില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കത് അധികം തിരക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ മന്ത്രിയും വേടനും കിംഷിപ്പിൽ എത്തിയിരിക്കുകയാണ്. മിനിസ്റ്ററെ, അങ്ങനെ ഒരുപാട് സന്തോഷം, നമുക്ക് ആ കുട്ടികളുടെ കണ്ണിൽ ആ സന്തോഷം കാണാൻ കഴിയും. എങ്ങനെയാണ്, എന്ത് തോന്നുന്നു? ഇവരെ സന്തോഷമാണ് നമ്മളും ആഗ്രഹിച്ചത്. അവർ വേടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവർക്ക് പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹം. പക്ഷേ അവിടെ നമുക്ക് ആ ഒരു ഷോയിൽ കണ്ടുപോയാൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് തന്നെ. എടാ, പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ഇതുപോലുള്ള ആളുകൾ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. കിംഷിപ്പിലെത്തിയപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഞാൻ അതിൽ പരിചയപ്പെട്ടു, ഒരുപാട് ആൾക്കാരായിട്ട് മിണ്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സന്തോഷപ്പെടുകയുണ്ടല്ലോ. എനിക്ക് ഒരു മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കാണാൻ ഞാൻ ഇനിയും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ട് നമ്മൾ കൂടുതൽ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ തിക്കും തിരക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നത് ഞങ്ങൾ കണ്ടു. ഒരു സാധാരണക്കാരനല്ലേ. എനിക്കതിൽ ഒന്നും പറയാനില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കത് അധികം തിരക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. സന്തോഷം. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെയാണ് മാമനായിട്ട് ബന്ധപ്പെടുക ഉണ്ടായത്, നാളെ പ്രോഗ്രാമിന് പോകാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ക്രൗഡിൻ്റെ ബുദ്ധിമുട്ട് ആ സമയത്ത് പറയുകയുണ്ടായി. നമ്മളെപ്പോലെയുള്ള ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. മീൻസ് നമുക്കറിയാലോ, എല്ലാ കഴിഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ ഓരോ ടാസ്കുകളുണ്ടാവും. ഒന്നല്ല, ഫാൻസ് കൊണ്ടുള്ള ആ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും മാമനോട് ആ ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ ഒരു പൂക്കാലം തന്നെ നമുക്കിവിടെ ഒരുക്കി തന്ന് കിങ്ഷിപ്പിൽ നമ്മളെ വേട ഇവിടെ എത്തി. എന്തായാലും മാമൻ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതുപോലെ നമ്മുടെ കൂടെ ഇനിയും സഞ്ചരിക്കാനുള്ള ഭാഗ്യം മാമൻ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും. ഒരുപാട് സന്തോഷം.